നമസ്കാരം. തിരക്കേറിയ ജീവിതത്തിനിടയിൽ, നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരല്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി തിരുവനന്തപുരം വാർത്താവിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. വിരമിക്കൽ കാലം വിശ്രമത്തിനുള്ളതല്ല, മറിച്ച് മണ്ണിലേക്കിറങ്ങാനുള്ള അവസരമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് വെള്ളായണി കാർഷിക സർവകലാശാലയിലെ മുൻ അധ്യാപകനായ ഡോക്ടർ വിൽസൺ. തിരുവനന്തപുരം ജില്ലയിലെ നേമം കാക്കാമൂലയിലെ വിൻഡെയിൽ എന്ന തന്റെ ഫാമിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി വിജയിപ്പിച്ച് കാർഷിക മേഖലയ്ക്ക് തന്നെ മാതൃകയായിരിക്കുകയാണ് ഇദ്ദേഹം. അധ്യാപനം പോലെ തന്നെ മഹത്തരവും അഭിമാനമുള്ളതുമാണ് കൃഷി എന്നതാണ് ഡോക്ടർ വിൽസന്റെ സങ്കല്പം. തൈകൾ നട്ട് 10ാം മാസത്തിൽ തന്നെ പൂവിടുകയും 11ാം മാസത്തിൽ വിജയകരമായി വിളവെടുപ്പ് നടത്താനും സാധിച്ചു. ജൈവവളങ്ങൾ മാത്രമാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത്. നിലവിൽ കിലോയ്ക്ക് 200 രൂപയിലധികം വില ലഭിക്കുന്ന വിദേശ പഴവർഗ്ഗമായ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിലൂടെ മികച്ച വരുമാന സാധ്യതയാണ് തുറന്നുകിട്ടിയിരിക്കുന്നത്. ഡ്രാഗൺ ഫ്രൂട്ടിനു പുറമെ റംബൂട്ടാൻ, മാവ്, പ്ലാവ് തുടങ്ങിയവയും ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിലുണ്ട്. കൃഷി വെറുമൊരു തൊഴിലല്ല, മറിച്ച് വലിയൊരു അഭിമാനവും ജീവിതമാർഗവുമാണെന്ന് തെളിയിക്കുന്നതാണ് ഈ വിജയം. നാടിന് പ്രചോദനമാകുന്ന ഇത്തരം സംരംഭങ്ങൾ വരും തലമുറയെ മണ്ണിലേക്ക് തിരിച്ചെത്തിക്കാൻ സഹായിക്കുമെന്നതിൽ സംശയമില്ല. കേരളത്തിന് അഭിമാന നിമിഷം. പ്രതിരോധ മേഖലയിൽ ചരിത്രം കുറിച്ച് കെൽട്രോൺ. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി പ്രതിരോധ മേഖലയ്ക്ക് ആവശ്യമായ അത്യാധുനിക സാങ്കേതിക ഉപകരണങ്ങൾ വികസിപ്പിച്ചിരിക്കുകയാണ് കെൽട്രോൺ. പൊതുമേഖലാ വ്യവസായ വകുപ്പിന്റെ പൂർണ്ണ പിന്തുണയോടെ നടപ്പാക്കിയ ഈ പദ്ധതിയിലൂടെ തദ്ദേശീയ സാങ്കേതികവിദ്യയിൽ പുതിയൊരു അധ്യായമാണ് കുറിക്കപ്പെട്ടിരിക്കുന്നത്. കപ്പലിന്റെ കൃത്യമായ വേഗത അളക്കുന്നതിനുള്ള ഇലക്ട്രോമാഗ്നറ്റിക് ലോഗ്, കപ്പലുകൾ സഞ്ചരിക്കുമ്പോൾ അതിന് താഴെയുള്ള ആഴം നിർണ്ണയിക്കാൻ സഹായിക്കുന്ന എക്കോ സൗണ്ടർ, കപ്പലും അന്തർവാഹിനിയും തമ്മിലുള്ള ആശയവിനിമയത്തിന് സഹായിക്കുന്ന അണ്ടർ വാട്ടർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്നിവയുടെ നിർമ്മാണത്തിനായി കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന്റെ ക്വാളിറ്റി അഷ്വറൻസ് ഓർഗനൈസേഷൻ കെൽട്രോണിന് സ്വയം സാക്ഷ്യപത്രാവകാശം നൽകി. വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുടെ സാന്നിധ്യത്തിലാണ് അഡീഷണൽ ഡയറക്ടർ ജനറൽ റിയർ അഡ്മിറൽ അജിത് തെക്കേപ്പാട്ട് കെൽട്രോൺ മാനേജിംഗ് ഡയറക്ടർ ശ്രീകുമാർ നായർക്ക് സാക്ഷ്യപത്രാവകാശം കൈമാറിയത്. കൂടാതെ ഇന്ത്യൻ നേവിക്കു വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത EM ലോഗ്, കോസ്റ്റ് ഗാർഡിന് വേണ്ടിയുള്ള എക്കോ സൗണ്ടർ എന്നീ ഉപകരണങ്ങൾ കൈമാറുകയും പുതിയ ഓർഡറുകൾ കെൽട്രോൺ ഏറ്റുവാങ്ങുകയും ചെയ്തു. അത്യാധുനിക ഉപകരണങ്ങൾ തദ്ദേശീയമായി നിർമ്മിക്കാൻ സാധിക്കുന്നത് വഴി പ്രതിരോധ മേഖലയിൽ വിദേശ സാങ്കേതിക വിദ്യകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ സാധിക്കും. സ്വയം പര്യാപ്തതയിലേക്കും തദ്ദേശീയ സാങ്കേതിക വിദ്യയുടെ വളർച്ചയിലേക്കും കേരളം നടത്തുന്ന ഈ വലിയ ചുവടുവയ്പിനെക്കുറിച്ച് കെൽട്രോൺ മാനേജിംഗ് ഡയറക്ടർ റിട്ടയർഡ് വൈസ് അഡ്മിറൽ ശ്രീകുമാർ നായർ. Keltron, the IT and AI, Intelligent Traffic Management System, ഡിഫൻസ്, സ്പേസ് ആൻഡ് പവർ ഇലക്ട്രോണിക്സ് മേഖലകളിലാണ് പ്രവർത്തിക്കുന്നത്. ഡിഫൻസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ നേവിയുടെ ഏത് ഷിപ്പ് ഓർ സബ്മറീൻ മാനുഫാക്ചർ ചെയ്യുന്നതിൽ കെൽട്രോൺ അറ്റ്ലീസ്റ്റ് 2 to 3 എക്യുപ്മെന്റ് അതിൽ സപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ മുമ്പോട്ട് നോക്കുന്നത് ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെസൽസിന് വേണ്ടിയിട്ടാണ്. ഫ്യൂച്ചർ ഓഫ് വാർഫെയർ ആയിരിക്കും ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെസൽസ്. അതിന്റെ സബ് സോണാർസ് നമ്മൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കൂടെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെസൽസിൽ കെൽട്രോൺ ആയിരിക്കും സോണാർ സൂട്ട് കൊടുക്കുന്നത്. മുമ്പോട്ട് നമ്മൾ നോക്കുന്നത് എല്ലാ ഓട്ടോണമസ് വെസൽസിലും കെൽട്രോണിന്റെ സോണാർസ് പ്രവർത്തിക്കണമെന്നാണ്. മരണത്തിന്റെ വക്കിൽ നിന്ന് മറ്റൊരാളെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുക എന്നത് കേവലമൊരു ജോലിയല്ല, അസാധാരണമായ മനക്കരുത്തും ആത്മസമർപ്പണവും ആവശ്യപ്പെടുന്ന വലിയൊരു ദൗത്യമാണ്. ഇത്തരം ദൗത്യങ്ങൾ ദിവസേന നിർവഹിക്കുന്നവരാണ് നമ്മുടെ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ. അത്തരമൊരു വ്യക്തിയാണ് കൊല്ലം കല്ലുവാതുക്കൽ സ്വദേശിയും കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറുമായ S. ജിതിൻ. 2018 പ്രളയം, 2024 വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം തുടങ്ങി കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെയായി കേരളത്തെ നടുക്കിയ പ്രധാന ദുരന്തമുഖങ്ങളിലെല്ലാം മുൻനിര പോരാളിയായി ഇദ്ദേഹമുണ്ടായിരുന്നു. റാന്നി മടത്തരുവി വെള്ളച്ചാട്ടത്തിലെ കുത്തൊഴുക്കിൽപ്പെട്ട് മരണത്തെ മുഖാമുഖം കണ്ട 4 പേരുടെ ജീവൻ സ്വന്തം ജീവൻ നോക്കാതെ രക്ഷപ്പെടുത്തിയ ഈ ധീര യുവാവ്
വിവിധ കിണർ അപകടങ്ങളിൽ നിന്നായി 9 പേരെയാണ് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിച്ചത്. അധ്യാപികയായ ഭാര്യ ദിവ്യ ജിതിന് പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട്. കൊല്ലം ജില്ലാ സ്കൂബ ടീമിലെ പ്രധാനിയായ ജിതിൻ ആഴക്കടലിലും കായലുകളിലും നടക്കുന്ന തിരച്ചിലുകളിലും സദാ സജ്ജനാണ്. സമാനതകളില്ലാത്ത ഈ ധീരതയ്ക്ക് 2024-ലും 2026-ലും ഫയർഫോഴ്സ് മേധാവിയുടെ സ്പെഷ്യൽ ബാഡ്ജ് ഓഫ് ഓണർ പുരസ്കാരങ്ങളും 2026-ലെ മുഖ്യമന്ത്രിയുടെ ഫയർ സർവീസ് മെഡലും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. സ്വന്തം സുരക്ഷിതത്വത്തേക്കാൾ മറ്റുള്ളവരുടെ ജീവന് വില കൽപ്പിക്കുന്ന ജിതിനെപ്പോലുള്ള മനുഷ്യരാണ് സമൂഹത്തിന്റെ യഥാർത്ഥ വെളിച്ചം. ദുരന്തമുഖങ്ങളിൽ സ്വന്തം ജീവൻ തൃണവൽഗണിച്ച് നിരവധി ജീവനുകൾ രക്ഷിക്കുന്ന അഗ്നിരക്ഷാസേനയുടെ ആത്മസമർപ്പണവും സേവന സന്നദ്ധതയും സാമൂഹിക പ്രതിബദ്ധതയുടെ ഉത്തമ ഉദാഹരണമാണ്. വിദ്യാർത്ഥികൾക്കായി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ റോബോട്ടിക്സ് AI ലാബ് പ്രവർത്തന സജ്ജമായി. തിരുവനന്തപുരം ജില്ലയിലെ വർക്കല ചെറുന്നിയൂർ മാർത്തോമ സെൻട്രൽ സ്കൂളിലാണ് അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള ലാബ് സ്ഥാപിച്ചിട്ടുള്ളത്. പൂർണ്ണമായും വിദ്യാർത്ഥികൾ നിർമ്മിച്ചതും വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളതുമായ റോബോട്ടിക്സ് AI ആൻഡ് ഇന്നൊവേഷൻ ലാബ് ഇന്ത്യയിലെ പിന്നാക്ക മേഖലകളിലുള്ള സ്കൂളുകളിലാണ് ലഭ്യമാക്കുന്നത്. ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തി രാജ്യത്ത് നിർമ്മിക്കുന്ന 7ാമത്തെ റോബോട്ടിക്സ് AI ലാബാണ് വർക്കലയിലേത്. കുട്ടികളിൽ റോബോട്ടിക്സ്, പ്രോഗ്രാമിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ ഭാവി സാങ്കേതിക കഴിവുകൾ വളർത്തിയെടുക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ റോബോട്ടിക്സ് AI പരിശീലന സ്ഥാപനമായ യുണീക്ക് വേൾഡ് റോബോട്ടിക്സിന്റെ സഹായത്തോടെ UAEയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് ലാബ് നിർമ്മിക്കുന്നതിനും പരിപാലിക്കുന്നതിനും നേതൃത്വം നൽകുന്നത്. ഈ സംരംഭത്തിന് കീഴിൽ രാജ്യത്തുടനീളം പൂർത്തിയായ 7 റോബോട്ടിക്സ് AI ലാബുകളാണ് ഉള്ളത്. നിർമ്മിത ബുദ്ധി, റോബോട്ടിക്സ്, ഓട്ടോമേഷൻ എന്നീ അത്യാധുനിക സാങ്കേതിക വിദ്യകളിൽ പ്രായോഗിക പരിശീലനം നൽകാനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള നൂതന പഠന കേന്ദ്രങ്ങളാണ് റോബോട്ടിക്സ് AI ആൻഡ് ഇന്നൊവേഷൻ ലാബുകൾ. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും സാങ്കേതിക വിദ്യകൾ എളുപ്പത്തിൽ മനസ്സിലാക്കാനും പുതിയ ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കാനും ഇത്തരം ലാബുകൾ ഏറെ സഹായകമാണ്. വിദേശത്തെ ജോലി അവസാനിപ്പിച്ച് ജന്മനാട്ടിലേക്ക് മടങ്ങുമ്പോൾ സ്വന്തം കുടുംബാംഗങ്ങളെപ്പോലെ കൂടെ നിന്ന 5 വളർത്തുമൃഗങ്ങളെ കൂടെ കൂട്ടി സഹജീവി സ്നേഹത്തിന് മാതൃകയായിരിക്കുകയാണ് ഒരു മലയാളി യുവാവ്. ഇന്തോനേഷ്യയിലെ പ്രവാസജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങിയ മലപ്പുറം സ്വദേശി ബിനോജും ഭാര്യ ഹൃതികയുമാണ് തങ്ങളുടെ പ്രിയപ്പെട്ട വളർത്തുമൃഗങ്ങളുമായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലിറങ്ങിയത്. വില കൊടുത്തു വാങ്ങിയവയല്ല, പലപ്പോഴായി ദത്തെടുത്തവയാണ് ഈ 5 ജീവനുകളും. വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ പൂച്ചകളും അയൽവാസികൾ നാടുവിട്ടപ്പോൾ ഒറ്റപ്പെട്ടുപോയ നായ്ക്കളുമെല്ലാം ബിനോജിന്റെ സ്നേഹത്തണലിൽ ഒന്നിക്കുകയായിരുന്നു. പ്രത്യേക അനുമതിയോടെയും സങ്കീർണമായ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുമായിരുന്നു മലേഷ്യൻ എയർലൈൻസിലെ ഈ യാത്ര. പേപ്പർ വർക്കുകൾക്കും വിമാന ചെലവുകൾക്കുമായി വലിയൊരു തുക വേണ്ടിവന്നെങ്കിലും അതൊന്നും തങ്ങളെ പിന്തിരിപ്പിച്ചില്ലെന്ന് ബിനോജ് വ്യക്തമാക്കുന്നു. വളർത്തുമൃഗങ്ങളെ കേവലം ഒരു വിനോദോപാധിയായി കാണാതെ സ്വന്തം കുടുംബാംഗത്തെപ്പോലെ ചേർത്തണയ്ക്കുന്ന ഇത്തരം അനുഭവങ്ങൾ സമൂഹത്തിന് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. മൃഗങ്ങളോട് കരുണ കാണിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവയ്ക്ക് ഭക്ഷണം നൽകുന്നത് മാത്രമല്ല, അവയുടെ അവസാന ശ്വാസം വരെ ആ ഉത്തരവാദിത്തം കാത്തുസൂക്ഷിക്കുക എന്നതുകൂടിയാണ് എന്ന വലിയ പാഠമാണ് ബിനോജിന്റെയും കുടുംബത്തിന്റെയും ഈ തീരുമാനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നല്ല വാർത്ത ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം nallavaartha@gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഞ്ജു പ്രഭ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടുമെത്താം. ശുഭാശംസകൾ നേരുന്നു.